അടുത്ത് പോവുകയാണ്. നമ്മളെ സാധനങ്ങളൊക്കെ നോക്ക്, ഒരു കൂമ്പാരം പോലെ ഉണ്ട്. എന്താ ഫസ്കാക്ക, ഒരു കൊല്ലത്തിന് വന്നതാണോ? ഫസ്കാക്കന്റെ റിംഗ് ലൈറ്റ് സാധനങ്ങൾ. ഓ, ഇവന് പേരിട്ടില്ലല്ലോ ഫസ്കാക്ക. എന്താ ജിത്തു? ജിത്തു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓ, ഫുള്ള സാധനങ്ങളാണ്. അപ്പൊ മനു വന്നിട്ടുണ്ട്. മനു ആണ് കേട്ടോ. മനു ഇപ്പച്ചി എല്ലാരും കൂടി ഫുള്ള് സെറ്റ് ആക്കുന്നുണ്ട്. ഫസിക്കാക്കതാ ഇത് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളെ മോള് ഇതാ മാറ്റിക്കൊണ്ടിരിക്കാൻ. നമ്മൾ കമ്മിങ് ഹോം. നമ്മളെ വീട്ടിക്ക് പോവാന് മോളെ. മോളൂഷേ മോളെ നമുക്ക് വീട്ടിൽ പോവാ. ഓക്കേ, അപ്പൊ സെറ്റ് ആക്കുന്നത് സെറ്റ് പറ. സെറ്റ്. അപ്പൊ എല്ലാ സാധനങ്ങളും നിലത്തെ തിന്നാൻ പോവല്ലേ? എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടായിട്ട് പഠിച്ചോനെ ഇതിലെടുക്കാൻ മറക്കല്ലേ? ഓക്കെ, ബേബി നോക്ക് നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. യാരന്റെ ഹോം കമ്മിങ് വീഡിയോ ആണ് ഇട്ടത്. അങ്ങനെ ആദ്യം യാര ഹിബയുടെ വീട് കാണാൻ വേണ്ടി പോവാണ് അല്ലേ ഹിബ? ഓക്കെ കമോൺ. അങ്ങനെ ഗൈസ്, കുറെ കാലങ്ങൾക്ക് ശേഷം, ഒരു നീണ്ട ഒരു മാസത്തിനു ശേഷം ഈ വീടിനോട് വിട പറയുകയാണ്. ഇത് ലൈക്ക് നമ്മളെ ഒരു വീട് തന്നെയാണ്, നമ്മളൊരു സെക്കൻഡ് ഹോം ആയിരുന്നു. പക്ഷേ വി വിൽ മിസ് ദിസ് ഹൗസ്. സാരില്ല, പക്ഷേ നമുക്ക് നമ്മളെ വീട്ടിൽ പോകണമല്ലോ. അപ്പൊ നമ്മളെ യാരനും കൂടി മമ്മി വന്നിട്ട് യാരനെ നോക്ക്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഓളിന്ന് വീട്ടിൽ പോണ എക്സൈറ്റ്മെന്റിലാണെന്ന് ഞാൻ പറയാണ്. വേറെ ഏത് എക്സൈറ്റ്മെന്റ് നമുക്ക് വരാമല്ലോ. അപ്പോൾ കുറച്ച് സഞ്ചി സാധനങ്ങളൊക്കെ പിടിക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. എനിവേ, വി വിൽ മിസ് യു ഹൗസ്. വി വിൽ മിസ് യു. ബൈ ഗൈസ്. ഇപ്പോൾ താഴ്ന്ന് ഇനി സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് പോകണം. എന്തായാലും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, പക്ഷേ പോകാതെ പറ്റൂലല്ലോ. അടുത്ത ഗസ്റ്റ് ഇന്ന് തന്നെ വരും. ആ ഗസ്റ്റിന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അപ്പം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഞാൻ താഴേക്ക് പോവാണ്. അങ്ങനെ ആ സമയം വന്നിരിക്കുകയാണ് അല്ലേ ഹിബ? അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം കയറ്റി കണ്ടോ. അവിടെ ഫുള്ള് ലഗേജ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചരാം കണ്ടോ. ഫുള്ള് കഴിഞ്ഞിട്ടോ. ഓക്കെ ഗൈസ്, വേർത്ത് അപ്പോൾ ലഗേജ് എല്ലാം കയറ്റി നമ്മളെ കാറിലും കയറ്റി മതിയില്ലേ? എന്നാ പോവല്ലേ? ഓക്കെ ഗൈസ്, ഓക്കെ എന്നാ പോവാം അല്ലേ? ഈ കാറിലും ഏകദേശം സെറ്റ് ആക്കിയിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും വിട പറയുകയാണ് അല്ലേ? അടിപൊളിയായിരുന്നില്ല എന്തായാലും അല്ലേ? അപ്പോൾ ഹിബദ എല്ലാവരോടും അവിടെ നിന്നും യാത്ര ചോദിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ നമ്മളെ മനു ആണ് കേട്ടോ. ജീപ്പ് ഉണ്ടായതിനെ കൊണ്ട് ഫുള്ള് സെറ്റാണ്. കുറേ പൈസ കൊടുത്ത് കാർ വാങ്ങിയിട്ടൊന്നും കാര്യമില്ല. ആവശ്യത്തിന് ഉപകരിക്കണമെങ്കിൽ ഈറ്റാല് സാധനം വേണമെന്നല്ലേ? അപ്പം ഗൈസ്, നമ്മൾ ഇവിടുന്ന് യാത്ര ആവുകയാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം തോന്നുന്നതിൽ ചെറിയ സങ്കടം എന്തായാലും ഉണ്ട്. ഫസിക്കാക്ക് സങ്കടം ഉണ്ടോ? പിന്നെ ഫസിക്കാക്കാണ് ഇവിടെ എൻജോയ് ചെയ്തത്. വേറെ ലെവലായിരുന്നു. ഫസിക്കാക്ക് ഉറങ്ങാനും പിന്നെ എൻവിറോൺമെന്റും നല്ല ശ്വാസമൊക്കെ കിട്ടിയെന്നാ പറഞ്ഞത്. സൂപ്പർ സ്ഥലമാട്ടോ, വേറെ വൈബാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഹോട്ടലൊന്നും അല്ലല്ലോ. അതെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്ന സ്ഥലമല്ലല്ലോ. ഇവിടെ ഗർഭ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ സ്ഥലം. അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്ക് വന്ന് നിൽക്കാൻ ഉറപ്പായി. അവര് നല്ല പെരുമാറ്റാണ്, ഒരു ഫാമിലി പോലെ ആയിരുന്നു അല്ലേ? നല്ലൊരു സ്ഥലം. നമുക്ക് അടുത്തേലും വരെ പേടിക്കണ്ട. നമുക്ക് ഇങ്ങനെ അടുത്തേലും വരാൻ അറിയാൻ പറ്റിയ സ്ഥലമല്ലത്. ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ലെറ്റ്സ് ഗോ അല്ലേ? പിന്നെ നമ്മൾ പോണത് വീട്ടിലേക്കാണല്ലോ. ഇനിയിപ്പോ നമുക്ക് വീട്ടില് കുറെ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹിബനെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. അതാണ് മെയിൻ. നമുക്ക് വീട്ടിൽ പോവാ. അതായത് ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ബേബി ഹോം കമ്മിങ് അല്ലെ ഹിബ? ബേബിയുടെ ഹോം കമ്മിങ് വീഡിയോ ആണ്. നല്ല ദാഹം ഫസ്കാക്ക. എന്തേലും ഒന്ന് കുടിക്കാൻ കിട്ടുമോ? പുറത്തിറങ്ങി ഞങ്ങൾക്ക് എന്തേലും ഒക്കെ വാങ്ങണല്ലോ. അതെന്റെ സ്വഭാവത്തിൽ പറഞ്ഞിട്ട് അല്ല, നല്ല ഈ പുറത്ത് 38 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് താപം, സൂര്യാതാപം ഏൽക്കുന്നു.
മോളെവിടെ? അതാ ഉറങ്ങണേ. ഗൈസ്, നയാര പമ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മളെ നയാര മോള് ഇവിടെ ഉണ്ട്. ഫ്രീ ആയിട്ടാ നയാര പമ്പില്. പിന്നല്ല, നമുക്ക് കൂപ്പൺ കോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് പോകാം. ഒരു വെള്ളം വാങ്ങി തരാൻ പറഞ്ഞിട്ട് എത്ര നേരം ഫസ്റ്റാക്കാ പറഞ്ഞാലും വാങ്ങി തരില്ല. ചില സമയത്ത് അങ്ങനെ സ്വഭാവം. നാരങ്ങ സോഡ കിട്ടിയിട്ടുണ്ട്. ഈ ചൂടിനെ പറ്റിയ ഡ്രിങ്ക് നാരങ്ങ സോഡ കീച്ചായി. നാട് മൂർക്കനാട്, നല്ല ഒരു ഗ്രാമീണ വൈബാണ്. അതെ, ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഉണ്ട് ഇവിടുന്ന്. SSS മൂർക്കനാട് കണ്ടോ, സുബുൽസലാം ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയാണ് ഞാൻ പഠിച്ചത്. ഇത് നമ്മളെ നാട്ടിലെ മാർക്കറ്റ് ഓഫീസ്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ പള്ളി, ഇത് ഫുള്ള് സെറ്റാണ്. ഇത് കഴിഞ്ഞ ഇവിടെ ഏറ്റവും ഫേമസ് സ്ഥലം വരാൻ പോണ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് എല്ലാ സംഭവങ്ങളും നടക്കുക. അതൊന്നല്ല, ഇതാ ഈ വീട് ഇതാ ഇവിടെയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആള് ജീവിക്കുന്ന സ്ഥലം. ഇതാ ഈ വീട്. ഇവിടത്തെ ശേഷം മൈക്കിൾ ഫാത്തിമാണ് ഹിബ അല്ലേ? അപ്പൊ നമ്മളെ വീടോ എത്ര കാലത്തിന് ശേഷം കാണാണ്. നീണ്ട 1 മന്തിന് ശേഷം ഇതിന്റെ ഉള്ളിൽ വേറെ അതിഥിയുണ്ട്. കൂൾ ഗ്ലാസ് വേണോ? വേണ്ടല്ലേ? എന്ത് തോന്നുന്നു ഹിബ? ഇവിടെ എത്തിയപ്പോ എന്ത് തോന്നുന്നു? ഏതായിരുന്നു നല്ലത്? അതായിരുന്നു ഇതായിരുന്നു? അവള് നല്ല സുഖമായിരുന്നു അല്ലേ ഹിബ? ഓ, എത്ര കാലായി കണ്ടിട്ട്? 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസം കഴിഞ്ഞു. വലതുകാൽ വെച്ച് കയറൂ. വെൽക്കം ഡ്രിങ്ക് കിട്ടുന്ന വസ്കാക്ക. അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചു കുടിച്ചോ. പക്ഷെ ഞാനല്ല ഉണ്ടാക്കിയത്, എല്ലാം നിതാണ് ഉണ്ടാക്കിയത്. സൂപ്പർ. ഇവിടെ ഇങ്ങനെ പണിയെടുക്കാണ്ട് ജ്യൂസും കുടിച്ചിരിക്കല്ലേ? അടുക്കളയിൽ കയറി പണിയെടുക്കമ്മ. കുട്ടിന് ഹിബക്ക് വേണ്ടിട്ട് നമ്മളെ ഹിബന്റെ നാത്തൂനല്ലേ ഹിബ, ഒരുപാട് സർപ്രൈസുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഹിബന്റെ ഡോക്ടർ ബ്രദറിന്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അല്ലേ? ഹിബക്ക് വേണ്ടി സർപ്രൈസ് ആയിരിക്കും. നോക്ക് ഹിബ എങ്ങനെയുണ്ട്? മൈ ഗോഡ്, എന്തൊക്കെയാണ് ഒരുക്കിയുള്ളത്. ബേബിനെ അവിടെ കിടത്തി അല്ലെ ഹിബ? ഇതൊക്കെ ഇവര് ഡെക്കറേറ്റ് ചെയ്താട്ടോ അല്ലെ? നല്ല ബലൂണൊക്കെ വെച്ച്. നയാര കുട്ടിക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാ പൊളി തന്നെ അല്ലെ ഹിബ? ഓ, ഹിബ ഭയങ്കര തന്നെ. ഹിബക്ക് എന്തൊരു സ്വീകരണ ഹിബക്ക് കിട്ടിയ നോക്ക്. ഓ, സെറ്റപ്പ്. പിന്നെ അതുപോലെ തന്നെ അതാ ഹിബക്ക് വേണ്ടി ഇവിടെ ക്രാഡില് ബേബിക്ക് വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ ഹിബ? പുതിയ ക്രാഡില് വീട്ടിൽ ഉണ്ടാക്കിപ്പിച്ച ക്രാഡിലാണ്. ഇതെന്താ സാധനം? ഓ, ഇങ്ങനെ ആട്ടുന്ന ക്രാഡില്ല അല്ലെ? സ്വന്തമായിട്ട് ഉണ്ടാക്കിപ്പിച്ചാണ്. ഭയങ്കരം തന്നെ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ, തൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ, കളിത്തലങ്ങൾ മെല്ലെ, എന്നെ നിനയും ശലഭമായി നീ സൂര്യകാന്തികൾ. അടിപൊളി ഗൈസ്. അപ്പൊ ഇതാണ് ഹിബന്റെ വെൽക്കം പാർട്ടി അല്ലെ? ഹിബന്റെ അല്ല, ബേബിന്റെ വെൽക്കം ഹോം ആണ് അല്ലെ ഹിബ? അങ്ങനെ ഹിബ വീട്ടിലെത്തി. എന്താ ഹിബ പറയാനുള്ളത്? ഗ്രാറ്റിറ്റ്യൂഡ് മാത്രല്ല. എന്ത് ഏത് ഇംഗ്ലീഷ് എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ? താങ്ക്സ് പറയാണ്. അതുപോലെ ഡോക്ടർ ബ്രദറിനും അതുപോലെ എന്റെ ചെറിയ ബ്രദറിനും. ഇനി അടുത്ത കുട്ടിണ്ടാകുമ്പോഴും ഇതുപോലെ ചെയ്യുക. നല്ല കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഹിബനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട്. ഹിബനല്ല ബേബീനെ, അന്ന ആര് വെൽക്കം ചെയ്യാൻ? അന്ന ഒരു 27 കൊല്ലം മുന്നേ വെൽക്കം ചെയ്തതാ. അപ്പൊ ഹിബക്ക് വയസ്സ് 28.
എല്ലാവർക്കും വേണ്ടി. മമ്മിക്ക് ഇവിടെ സഹിക്കുന്നില്ല, AC ഇല്ലായിട്ടോ. ഇവരാണ് കേട്ടോ ഇത് ഒരുക്കിയത്. കാണിച്ചു എല്ലാ സഹായവും ചെയ്യും അല്ലേ? ഡോക്ടർ നിദാനാഥ് ഇതൊക്കെ അവര് ചെയ്താട്ടോ, ഒറ്റയ്ക്ക് ചെയ്താണ്. അടിപൊളിയായില്ലേ അല്ലേ? ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. നല്ല ടോപ്പാക്കുന്നുണ്ട്. കുറച്ചേരി ചെലവ് വന്നാ മതി. ഓക്കെ എന്നാ മുറിക്കല്ലേ നമുക്ക്? എല്ലാരും കാണൂല. മമ്മിയാ പിടിച്ചോളി. ഓക്കെ ഓക്കെ അപ്പൊ മുറിക്കാൻ പോവാട്ടാ. അപ്പൊ എന്തായാലും കേക്ക് കട്ടിങ് സെറമണി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ? അങ്ങനെ ഹിബൻ നമ്മളെ വീട്ടിലേക്ക് വെൽക്കം ചെയ്തിരിക്കുകയാണ്. ഞാൻ പോട്ടെ വീട്ടിലേക്ക്, എന്നോട് എത്തിച്ചല്ലോ അല്ലേ? ഇനി മമ്മി നോക്കിക്കോളൂ. മമ്മിക്ക് ഇനി ഡബിൾ പണി. അവിടെ നല്ല സുഖമായിരുന്നല്ലോ അല്ലേ? കുക്കിംഗ് നോ, ക്ലീനിങ് നോ, ഫുൾ AC, അലക്കൽ നോ, ഇനി എല്ലാം ഇനി തുടങ്ങാണ്. ഇപ്പൊ ഒരു സീനും ഇല്ലേ? ഞാൻ നോക്കിക്കോളാം. ഇനി എന്താ ചെയ്യാൻ നോക്കാം. ഒരു ജനറേഷൻ, അതിന്റെ ജനറേഷൻ, ഞാൻ അതിന്റെ ജനറേഷൻ. 3. ഓ ഈ 3 പെണ്ണുങ്ങളെ നടുവിലുള്ള നമ്മളെ ആണുങ്ങളെ അവസ്ഥ. അടുക്കളൊക്കെ കണ്ടിട്ട് എത്ര കാലായി. ഭയങ്കര തന്നെ. അല്ലെങ്കിൽ ഇവിടെ കേരളമൊന്നും ഇല്ലല്ലോ. ഈ പണ്ടേ കണ്ടിട്ടില്ലല്ലോ ഇവിടെ. അത് ശരിയാണ്. തൊട്ടിൽ നമ്മൾ ബേബിന്റെ തൊട്ടിയിൽ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ്. ന്യൂജൻ തൊട്ടിലാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഓള് നമ്മൾ തൊട്ടിലിടാൻ വേണ്ടി പോണത്. ഇഷ്ടപ്പെടുമെന്ന് ലെറ്റ്സ് ചെക്ക്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്, അൺസൈക്കബിൾ. ഇപ്പോഴാണ് മോബി ശരിക്കും മിസ് ചെയ്യുന്നത് അല്ലേ ഫസ്കാക? യെസ്. അപ്പൊ നമ്മൾ കുട്ടീനെ തൊട്ടിലേക്ക് ഇടാണ്. ബിസ്മില്ല. എല്ലാപ്പന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ ആദ്യമായിട്ട് തൊട്ടിലിടാട്ടാ. ആദ്യമായിട്ടാട്ടോ തൊട്ടില്. എങ്ങനെയുണ്ട് നയടാ? സൂപ്പറാണോ? തൊട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടോ? ഞാട്ടി കൊടുക്ക് പപ്പ, കാട്ടി കൊടുക്ക് പപ്പ, ആട്ടി കൊടുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ. മോളെ ഉറങ്ങിക്കോ, നയാര മോള് ഉറങ്ങിക്കോ, യാര മോള് ഉറങ്ങിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. യാര മോളെ ഉറങ്ങിക്കോ, യാര കുഞ്ഞ ഉറങ്ങിക്കോ, പാല് കുടിക്കാണ്ട് ഉറങ്ങിക്കോ, അമ്മന്റെ മോള് ഉറങ്ങിക്കാളെ. എന്താണ് ഇവിടെ പരിപാടി? രണ്ടാളും കൂടി എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ഇവക്ക് സന്തോഷമായോ? സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോ? ഇല്ല തോന്നുന്നല്ലോ. അവിടെ മൊബൈൽ വെക്കാനാ കൂടുതൽ സന്തോഷം തോന്നുന്നത്. ഓക്കെ. യാര നമ്മളെ ഹിബന്റെ വീട്ടിലായിട്ടുണ്ടാവാ. നയാര യാരന്റെ വീട്ടിലാണ്. ഇത് യാരന്റെ വീടല്ലേ? ആ നമ്മളെ നയാറിന്റെ വീടാണ്. ഇത് നയാറിന്റെ വീടാണല്ലേ ഹിബ? അതെ. നയാര പെട്രോൾ പമ്പ് എന്റേതാ? ആണെങ്കിൽ ഈ ചിരിക്കി, അല്ലെങ്കിൽ ഈ കരിയെ പറ. നയാര എന്റേതാണോ? ആണോ? ആണെങ്കിൽ ആണ് പറ. നയാര ആരുതാ? What?
ഒന്ന് പോയി തരും പോയി തരും ശല്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഗൈസ് തരുന്നത് വീഡിയോ. അപ്പൊ അങ്ങനെ ഹിബ വീട്ടിലെത്തി. ഈ ഹിബന്റെ വീട്ടിലായിരിക്കണ്ടാവാ. അപ്പം എന്തായാലും ഇതല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം അല്ലേ. പിന്നെ നായരക്കിട്ടിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അല്ലേ. അടുത്ത വീഡിയോ നമ്മൾ തിരിച്ചു വരുന്നു. അതുവരെയും ബൈ ബൈ.